അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് SIT തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് SIT പോകുമ്പോൾ ഇത് അന്വേഷണം വഴിതിരിച്ചു വിടലാകുന്നു. അപ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്നത് ആദ്യം അവസാനിപ്പിക്കണം. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് കയറ്റിയത്? ആരാണ് ഇതിനുവേണ്ടി അനുമതി വാങ്ങിയത്? ആരാണ് ഇതിനുവേണ്ടി ഇടപെട്ടത്? ആരാണ് ഇതിനുവേണ്ടി സുരക്ഷാ അനുമതി വാങ്ങിയത്? ഇക്കാര്യത്തിലൊക്കെ തന്നെ വളരെ വ്യക്തമായി കോൺഗ്രസ് പ്രതികരിക്കട്ടെ എന്നിട്ട് പറയണം ഈ അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള നീക്കമാണ്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെട്ടാണ് ഈ നീക്കങ്ങൾ നടത്തുന്നതെന്നൊക്കെ എന്നിട്ട് കോൺഗ്രസ് പറയട്ടെ എന്ന്. അതല്ലാതെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഓടി മാറുന്ന നേതാക്കളാണ് ഇപ്പോൾ എല്ലാവരും ഓടി മാറുകയാണ്. ആദ്യം അടൂർ പ്രകാശിനോട് ഈ വിഷയത്തിൽ ചോദിച്ചപ്പോൾ അടൂർ പ്രകാശ് പൊട്ടിത്തെറിക്കുകയായിരുന്നു മാധ്യമങ്ങളോട്. അങ്ങനെ എല്ലാ ബന്ധങ്ങളും നിങ്ങളോട് പറയാൻ പറ്റുമോ എന്നൊക്കെയാണ് അടൂർ പ്രകാശ് ചോദിച്ചത്. ഇന്ന് കുറച്ചുകൂടി ലൈറ്റായി അടൂർ പ്രകാശ്, അന്വേഷണ സംഘം വിളിപ്പിച്ചാൽ നിങ്ങളെ കൂട്ടി ഒരുമിച്ച് പോകാം എന്നൊക്കെയാണ് അടൂർ പ്രകാശ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതായാലും ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വേണം. അത് തീർച്ചയായും LDFനെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചും ഒരു പൊളിറ്റിക്കൽ ആയുധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട്, പോറ്റിയെ കയറ്റി എന്നാണല്ലോ പാട്ട്. അപ്പോൾ ആ പാട്ടിൽ ഈ പോറ്റിയെ കയറ്റിയത് ആരാണ് എന്നുള്ള ചോദ്യം ഇപ്പോൾ കോൺഗ്രസിന് നേർക്കാണ് വരുന്നത്. അപ്പോൾ കോൺഗ്രസ് ആണ് അവിടെ മറുപടി പറയേണ്ടത്. അപ്പോൾ ഇതൊരു ബൂമറാങ് ആകുന്നുണ്ടോ ഈ ഒരു പാരഡി എന്നുകൂടി നമ്മൾ കാണേണ്ടി വരും.